ഹലോ, എൻ്റെ വീഡിയോയുടെ തംബ്നെയിലും അതുപോലെ ഹെഡിങ്ങൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൗതുകം തോന്നിയോ? നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒത്തിരി പേര് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് റോസുകൾ വാങ്ങാറുണ്ട്. അപ്പോൾ ആർക്കാണോ ഗിഫ്റ്റ് കിട്ടേണ്ടത് അവരുടെ അഡ്രസ്സ് മാത്രം പറയുകയാണ് ചെയ്യാറ്. ഈ പ്രാവശ്യം അങ്ങനെയല്ല, ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഗാർഡനിൽ നടന്നത്. എന്താണെന്ന് അറിയണ്ടേ? എനിക്കൊരു ഉറ്റ ചങ്ങാതി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അവൻ്റെ പ്രണയിനിക്ക് കൊടുക്കാനായിട്ട് എനിക്ക് പറയുമ്പോൾ തന്നെ കുറച്ച് ചിരി വരുന്നുണ്ട്. നിങ്ങൾ ഓർക്കും ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. കുറച്ച് അങ്ങ് സാഹിത്യം ആവട്ടെ, അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പ്രണയിനിക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒരു അടിപൊളി റോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റോസാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. എൻ്റെ ചാനൽ പണ്ടുതൊട്ടേ കാണുന്നവരാണെങ്കിൽ ഈ റോസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇത് ഇൻഗ്രിഡ് ബെർഗ്മൻ റോസാണ്. നമ്മുടെ ഗാർഡനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വാങ്ങുന്നൊരു റോസാണ് കേട്ടോ ഈ ഇൻഗ്രിഡ് ബെർഗ്മൻ റോസ്. ആദ്യ സമയങ്ങളിലൊക്കെ വലിയ ട്രീ റോസുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്ന റോസിൻ്റെ വലിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, മദർ പ്ലാന്റ്സിലോട്ട് മാറി. അപ്പോൾ എന്നോട് എൻ്റെ ചങ്ങാതി പറഞ്ഞത് ഏറ്റവും നല്ലൊരു റോസ് അവന് കൊടുക്കാനായിട്ട് വേണം എന്നാണ്. ഞാനപ്പോൾ വിചാരിച്ചു പ്രണയിനിക്കാണല്ലോ, അപ്പോൾ നമുക്ക് ഗേൾഫ്രണ്ടിന് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു നിറം എന്ന് പറയുന്നത് റെഡാണ്. അതിൽ ഏറ്റവും സുന്ദരി എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഗാർഡനിൽ എല്ലാവരും ചോദിച്ചു വാങ്ങുന്നതും പ്രീ ഓർഡർ തരുന്നതൊക്കെ ഈ ഇൻഗ്രിഡ് ബെർഗ്മൻ റോസിനാണ്. എന്നാൽ ഓക്കെ, അത് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ പ്രീ ഓർഡർ ചെയ്ത് വെച്ചൊരു റോസാണ് ഇൻഗ്രിഡ് ബെർഗ്മൻ എന്ന് പറയുന്ന ഈ ഒരു സുന്ദരി. ഈ പ്രാവശ്യത്തെ ലോഡിൽ നമ്മുടെ പ്രീ ഓർഡറൊക്കെ കഴിഞ്ഞ് ആകെ ഒരു ഇൻഗ്രിഡ് ബെർഗ്മൻ റോസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഒരു കസ്റ്റമറിന് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ആർക്കാന്ന് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ബാക്കി എൻ്റെ ചങ്ങാതി ഉൾപ്പെടെ ഒത്തിരി പേര് ഇൻഗ്രിഡ് ബെർഗ്മൻ റോസ് പ്രീ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഒത്തിരി പേർക്ക് ഇൻഗ്രിഡ് ബെർഗ്മാൻ്റെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ആ ഒരു പിറന്നാൾ സമ്മാനം ഞാൻ അയച്ച കാര്യങ്ങളാണ്. ഈ ഒരു റോസാണ് ഞാൻ അവൻ്റെ ഗേൾഫ്രണ്ടിന് അയച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ് ഇത് അയക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റോസ് വെളുപ്പാങ്കാലത്താണ് പാക്ക് ചെയ്ത് കേട്ടോ. അന്ന് ആ ഒരു റോസ് മാത്രം ഞാൻ പാക്ക് ചെയ്ത് അയച്ചോളൂ. ഏകദേശം ഒരു 5-5:30 ആ ഒരു ടൈമിനൊക്കെയാണ് അത് പാക്ക് ചെയ്തത്. കാരണം എൻ്റെ അനിയത്തിയാണ് അതിൻ്റെ ആ ഒരു കാട്ടൺ ബോക്സിൽ എഴുതാനുള്ളതൊക്കെ ഡിസൈൻ ചെയ്തത്. വലിയ രീതിയിലൊന്നും അല്ല, എങ്കിലും അത് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ വേണം. അപ്പോൾ എനിക്ക് അവൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് നേരത്തെ ഇത് പൊതിഞ്ഞ് അവളുടെ കയ്യിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഇത് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ലോഡ് കളക്ട് ചെയ്യാൻ പോകേണ്ടത് വന്നായിരുന്നു കേട്ടോ, പുതിയ ലോഡ് കളക്ട് ചെയ്യാൻ പോകേണ്ടതും. അപ്പോൾ നമുക്ക് ആ ഒരു ഞാൻ എങ്ങനെയാണ് ആ റോസ് പൊതിഞ്ഞ് കൊടുത്തതെന്നൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള മദർ പ്ലാന്റ് ആയിരുന്നു കേട്ടോ അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, പൂക്കളൊക്കെ ഇപ്പോൾ വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അതിലൊരു ബഡ് വിരിയാനായിട്ട് വെമ്പി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ഫ്ലവർ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചുവടൊക്കെ നല്ല അടിപൊളിയായിട്ട് മണ്ണൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്തു, ക്ലീൻ ഫിലിമൊക്കെ ചുറ്റി. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അത്രയും മണ്ണും ഒരുപാട് നമ്മുടെ ഇലകളിലൊക്കെ കുറച്ച് ആരോഗ്യം കിട്ടാനായിട്ട് അതനുസരിച്ചിട്ടുള്ളൊരു വാട്ടർ കണ്ടൻറ്റൊക്കെ അതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പാക്ക് ചെയ്യാറ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. മാക്സിമം ഇലകൾ പൊഴിയാതെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ പൊതിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഫ്ലവറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആ കുട്ടിയുടെ കയ്യിൽ കിട്ടണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാട്ടൺ ബോക്സൊക്കെ വെച്ചിട്ട് അത് പൊതിഞ്ഞ് നല്ല ഒതുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ ഇൻഗ്രിഡ് ബെർഗ്മൻ റോസ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഹോളിടുന്നത് നിങ്ങൾക്കറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വായുസഞ്ചാരമൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു കാര്യം ഇതിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പൊതിഞ്ഞത്. എനിക്കിങ്ങനെ എഴുതാനൊന്നും ഇപ്പോൾ പറ്റാറില്ല. എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് വിറയ്ക്കാറുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നല്ല ഭംഗിയിലൊന്നും എഴുതാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയത്തി എഴുതിയതാണ്. നല്ല അടിപൊളിയായിട്ട് അവൾ എനിക്കത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോസാണ് ഞാൻ അയച്ചു കൊടുത്തത്. അവന് ഒത്തിരി സന്തോഷമായി. ഇത് ആ കുട്ടിയുടെ കൈകളിലെത്തി. ആ കുട്ടിക്ക് നല്ല സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമാണ്, കിട്ടുന്നവർക്കും ഒത്തിരി സന്തോഷമാണ്. ഇനി ഈ പ്ലാന്റ് എങ്ങനെയാണ് അവിടെ ചെന്നതെന്ന് നോക്കാം കേട്ടോ. ആലപ്പുഴയിലാണ്, എൻ്റെ സ്ഥലം എറണാകുളമാണ്. ഇത് ആലപ്പുഴയിലോട്ടാണ് ഞാനിത് അയച്ചത്. അപ്പോൾ നോക്കുക, കണ്ടോ,
നല്ല അടിപൊളിയായിട്ട് ഇത് ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് പ്ലാന്റ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് കിട്ടിയെന്ന് നോക്കിയേ. ആ വിരിയാനുണ്ടായിരുന്ന ബഡ് പോലും വിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് ആ ബോക്സിലിരുന്നാണ് വിരിഞ്ഞേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഫ്രഷായിട്ട് ഒരു ഇല പോലും കൊഴിയാതെയാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷമായി. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇൻഗ്രിഡ് ബെർഗ്മാനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടെ പിടിച്ച് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇത് നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന ഒരു റോസാണ് കേട്ടോ. കാര്യം വളരെ ഭംഗിയുള്ള റോസ്. പേരൊക്കെ കേൾക്കുമ്പോൾ അയ്യോ അത് പിടിച്ച് കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. എൻ്റെ കയ്യിൽ തന്നെ ഏകദേശം 1 വർഷത്തോളം അടുക്കം പ്രായമുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. അതായത് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു ട്രീ റോസാണ്. അപ്പോൾ പിന്നെയും അത്രയും കാലം പഴക്കമുള്ള ഒരു റോസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.